അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഹുറൂഫ് ഷംസിയും ഹുറൂഫുൽ ഖമരിയും അതിൻ്റെ ഉദാഹരണങ്ങൾ. അപ്പോൾ ഹുറൂഫുൽ ഖമരിയും ഹുറൂഫ് ഷംസിയും. അപ്പോൾ ഇവിടെ 14 ഹുറൂഫുൽ ഖമരിയ ഒരു ഭാഗത്തും 14 ഹുറൂഫ് ഷംസിയ മറ്റേ ഭാഗത്തും ക്ലിയറായിട്ട് വേർതിരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഹുറൂഫുൽ ഖമരിയത്ത് നോക്കാം. ഓക്കെ, ഹുറൂഫുൽ ഖമരിയത്തിൻ്റെ നിയമം എന്താ? ഹുറൂഫുൽ ഖമരിയത്തും അലിഫ് ലാമുണ്ടാവും. ആദ്യം മാരിഫ ആയിരിക്കണം. അപ്പോൾ അതിലെ ലാം എഴുതുകയും ചെയ്യും, ഉച്ചരിക്കുകയും ചെയ്യും. അതാണ് ഹുറൂഫുൽ ഖമരിയ. അൽ ഹുറൂഫുൽ ഖമരിയത്ത്. ലാം എഴുതുകയും ചെയ്യും, ഉച്ചരിക്കുകയും ചെയ്യും. ഒന്ന് നോക്ക്, നമുക്ക് 14 വായിച്ചു നോക്കാം. അൽ അബു, കണ്ടോ, ലാം എഴുതി ഉച്ചരിച്ചു. പിതാവ്, അൽ അബു എന്ന് പറഞ്ഞാൽ പിതാവ്. അൽ ബാബു, വാതിൽ, ലാം എഴുതുകയും ചെയ്തു, ഉച്ചരിക്കുകയും ചെയ്തു. അൽ ജന്നത്തു, തോട്ടം, ലാം എഴുതുകയും ചെയ്തു, ഉച്ചരിക്കുകയും ചെയ്തു. അൽ ഹിമാറു, കഴുത, ലാം എഴുതുകയും ചെയ്തു, ഉച്ചരിക്കുകയും ചെയ്തു. അൽ ഖുബുസു, റൊട്ടി, ലാം എഴുതുകയും ചെയ്തു, ഉച്ചരിക്കുകയും ചെയ്തു. അൽ ഐനു, കണ്ണ്, ലാം എഴുതുകയും ചെയ്തു, ഉച്ചരിക്കുകയും ചെയ്തു. അൽ ഗദാഉ, ഉച്ചഭക്ഷണം, ലഞ്ച്, അൽ ഗദാഉ, ലാം എഴുതുകയും ചെയ്തു, ഉച്ചരിക്കുകയും ചെയ്തു. അൽ ഫമു, വായ, മൗത്ത്, ലാം എഴുതുകയും ചെയ്തു, ഉച്ചരിക്കുകയും ചെയ്തു. അൽ ഖമറു, ചന്ദ്രൻ, ലാം എഴുതുകയും ചെയ്തു, ഉച്ചരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് അൽ ഖമരിയത്തു ആണ്. ഹുറൂഫുൽ ഖമരിയത്ത് ആയിട്ടാണ് അൽ ഖമറിലുള്ള സ്റ്റാർ ഇട്ടത്. അൽ കൽബു, നായ, ലാം എഴുതുകയും ചെയ്തു, ഉച്ചരിക്കുകയും ചെയ്തു. അൽ മാഉ, വെള്ളം. അൽ വലദു, ആൺകുട്ടി. അൽ ഹവാഉ, വായു. അൽ യദു, കൈ. അപ്പോൾ ഇവിടെയൊക്കെ ലാം എഴുതുകയും ചെയ്തു, ഉച്ചരിക്കുകയും ചെയ്തു. ഇതാണ് അൽ ഹുറൂഫുൽ ഖമരിയത്തു. ഇനി ഇതിനു മുമ്പ് വാ വന്നാലോ? ഈ കലിമകൾക്ക് മുമ്പ് വാ വന്നാലോ? ഇവിടെയാണ് ഹംസത്തുൽ വസ്ൽ വരാം. അതായത് അലിഫ് ലാമിലെ ആ അലിഫ് ഉച്ചരിക്കോ ഇല്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ വാവില്ലാണ്ട് നമ്മൾ വായിച്ചപ്പം അൽ അബു, ആ ഹംസത്തുൽ വസ്ൽ അലിഫ് ഉച്ചരിച്ചു. ഇനി വാ വന്നാലോ? വൽ അബു, കണ്ടോ, അലിഫ് ഉച്ചരിക്കുന്നില്ല. വൽ ബാബു, അലിഫ് ഉച്ചരിക്കുന്നില്ല. വൽ ജന്നത്തു, അലിഫ് ഉച്ചരിക്കുന്നില്ല. വൽ ഹിമാറു, അലിഫ് ഉച്ചരിക്കുന്നില്ല. വായില്ലെങ്കിലോ? അൽ ഹിമാറു, അലിഫ് ഉച്ചരിക്കും, ഹംസത്തുൽ വസ്ൽ. വൽ ഖുബ്സു, വൽ ഐനു, വൽ ഗദാഉ, വൽ ഫമു, വൽ ഖമറു, വൽ കൽബു, വൽ മാഉ, വൽ വലദു, വൽ ഹവാഉ, വൽ യദു. ഇതാണ് അക്ഷരമാലയിൽ 28 14 അൽ ഹുറൂഫുൽ ഖമരിയത്തു. ഇനി 14 അൽ ഹുറൂഫു ഷംസിയത്ത് നോക്കാം. എന്താ നിയമം? ഹുറൂഫു ഷംസിയത്തിൻ്റെ ലാം എഴുതും, പക്ഷെ ഉച്ചരിക്കൂല. അടുത്തതിന് ശബ്ദം ഉണ്ടാവും. അടുത്ത ലെറ്ററിന്, അക്ഷരത്തിന് ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഓരോന്ന് വായിച്ചു നോക്കാം. അത്താജിറു, ഉണ്ടോ, ലാം എഴുതി പക്ഷെ ഉച്ചരിച്ചില്ല. അടുത്തതിന് ശബ്ദമുണ്ട്. അത്താജിറു, കച്ചവടക്കാരൻ. അസ്സൗബു, വസ്ത്രം, ലാം എഴുതി ഉച്ചരിച്ചില്ല. അടുത്തതിന് ശബ്ദമുണ്ട്. അസ്സൗബു. അദ്ദീഖു, പൂവൻകോഴി, ലാം എഴുതി ഉച്ചരിച്ചില്ല. അടുത്തതിന് ശബ്ദമുണ്ട്. അദ്ദീഖു, പൂവൻകോഴി. അദ്ദഹബു, സ്വർണം. അദ്ദഹബു, സ്വർണം, ലാം എഴുതി ഉച്ചരിച്ചില്ല. അടുത്തതിന് ശബ്ദത്തുണ്ട്. അർറജുലു, പുരുഷൻ. എല്ലാം അങ്ങനെ തന്നെ. അസ്സഹറത്തു, പൂവ്. അസ്സമകു, മീൻ. അശംസു, സൂര്യൻ. അപ്പോൾ ഇത് സൂര്യാക്ഷരങ്ങളായതുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റാർ മാർക്കിട്ട്. അസ്സദറു, ചെസ്റ്റ്, നിന്നെ. അല്ലൈഫു, അതിഥി, ഗസ്റ്റ്. അത്വാലിബു, വിദ്യാർത്ഥി. ഓക്കെ, എല്ലാം അങ്ങനെ തന്നെ. ലാം എഴുതും, ഉച്ചരിക്കില്ല. അടുത്തതിന് ശബ്ദം. അല്ലഹറു, മുതുക്. അല്ലഹറു. അല്ലഹ്മു, ഇറച്ചി. അല്ലഹ്മു, ഇറച്ചി. അന്നജമു, നക്ഷത്രം. ഇതാണ് അൽ ഹുറൂഫു ഷംസിയത്തു. ലാം എഴുതും, ഉച്ചരിക്കില്ല. അടുത്തതിന് ശബ്ദത്തുണ്ടാവും. ഇനി നമുക്ക് ഹംസത്തുൽ വസ്ൽ നോക്കാം. ഹംസത്തുൽ വസ്ൽ എന്താ? അലിഫാണ് ഹംസത്തുൽ വസ്ൽ. അപ്പോൾ ഇവിടെ
ഈ കലിമക്കൊന്നും മുമ്പൊരു വാക്കുമില്ല. അപ്പോൾ എങ്ങനെ ഹംസത്തുൽ വസ്ൽ ഉച്ചരിക്കും? അത്താജിറു, അസ്സൗബു, അദ്ദീഖു, അസ്സഹബു എല്ലായിടത്തും ഹംസത്തുൽ വസ്ൽ ഉച്ചരിക്കുന്നുണ്ട്. അർറജുലു, അസ്സഹറത്തു, അസ്സമഖു, അഷംസു, അസ്സദ്റു, അല്ലൈഫു, അത്വാലിബു, അല്ലഹ്റു, അല്ലഹ്മു, അന്നജ്മു. ഇനി ഇതിനു മുമ്പ് വാ വന്നാലോ ഹംസത്തുൽ വസ്ൽ ഉച്ചരിക്കില്ല. പിന്നെ അതിൻ്റെ കൂടെ ലാമും ഉച്ചരിക്കുന്നില്ല. അങ്ങനെ പറയാം വത്താജിറു. കണ്ടോ, വ അത്താജിറു എന്ന് പറഞ്ഞോ? ഇല്ല. വത്താജിറു, വസ്സൗബു, വദ്ദീഖു, വസ്സഹബു, വർറജുലു, വസ്സഹറത്തു, വസ്സമഖു, വശംസു, വസ്സദ്റു, വല്ലൈഫു, വത്വാലിബു, വല്ലഹ്റു, വല്ലഹ്മു, വന്നജ്മു. അപ്പോൾ നമ്മൾ പുതിയ വേർഡ്സും പഠിച്ചു. അപ്പോൾ ഇത് ഇൻഷാ അല്ലാഹ് താഴെ കൊടുക്കാം പ്രാക്ടീസ് ചെയ്യാൻ. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും.